അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു കാര്യം, അതായത് ഡ്യൂക്കിൻ്റെ വീഡിയോയിൽ പറയാത്ത ഒരു വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണമില്ലാത്തതിൽ വിഷമമുണ്ടോ? ഈവൻ ഐ ആം ഓൾസോ വണ്ണമില്ലാത്തത്. കാസ്ട്രോയുടെ ലോഗോ ഡ്യൂക്കിൽ നിന്നാണോ കിട്ടിയേ? അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതായത് കാസ്ട്രോ എന്ന നെയിം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, കാസ്ട്രോ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കാസ്ട്രോ എവിടെ നിന്നാണ് കാസ്ട്രോ എന്ന പേര് ലഭിച്ചത്, കാസ്ട്രോ എന്ന നെയിം എങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെയാണ് ഇതിൻ്റെ ഈ ഒരു നെയിമിന് പിന്നിലുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് ഞാൻ മാത്രമല്ല കാസ്ട്രോ എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ഇപ്പോൾ 2 lakh+ സബ്ബായി. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഏതൊരു യൂട്യൂബറിനെ, അതായത് ഒരു ട്രെൻഡിങ് കയറുക എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ട്രെൻഡിങ് 1 കയറുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലൂടെ സാധിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷം. അത്രയും ആ ഒരു സപ്പോർട്ട് ആ വീഡിയോ തന്നെ ഒത്തിരി സന്തോഷം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു Q&A വീഡിയോ ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അത് ഞാൻ ഒരുപാട് ഡേയ്സ് മുന്നേ തന്നെ പ്ലാൻ ചെയ്താണ് ഈ ഒരു ടോപ്പിക്കിനായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഓരോ കാരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞിട്ട് പ്രീ പ്ലാൻഡ് പോലെ എല്ലാ ഇതിൽ വീഡിയോസ് എല്ലാം നടക്കുന്നത്, എല്ലാം അപ്പോഴത്തെ ആ ഒരു ഇതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നുള്ള കുറച്ച് ആൻസർ ആയിട്ടും ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുറേ പേര് പറയുന്നത് ബ്രോ എന്നിങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നത് പതുക്കെ സംസാരിച്ചിട്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ വിചാരിക്കും ഓരോ വീഡിയോ ഷൂട്ടുമ്പോഴാണ് പതുക്കെ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡിലായി മാറുകയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ ട്യൂൺ അങ്ങനെ ആയിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും സോ അതേപോലെ തന്നെ ഞാൻ പെട്ടിരുന്ന ടീഷർട്ട്, ഈ ടീഷർട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചതാണ്. ഈ ടീഷർട്ട് പുള്ളിക്കാരൻ അതിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ഒരു ഗിഫ്റ്റ് അയച്ചാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അയച്ചെന്നാണ് ഈ ടീഷർട്ട്. കണ്ടില്ല, പണിപ്പാളി രീതിയിലുള്ള ഈ ടീഷർട്ട്. സോ സംഭവം ചെറിയൊരു ലൂസ് ഉണ്ട് തോന്നുന്നു, കാരണം ഞാൻ അത്രയും ഒരു സ്കിന്നി പേഴ്സൺ ആണ്. അതുകൊണ്ട് ഏത് ഡ്രസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഷേപ്പ് ചെയ്താലാണ് കുറച്ചെങ്കിലും ഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അതിൽ ചെറിയൊരു ലൂസ് എന്തുകൊണ്ട്, എന്നാലും അടിപൊളിയായിട്ട് സംഭവം എനിക്ക് ഇഷ്ടമായി. കാരണം ഇത് ഈ സംഭവം അല്ലേ, ഈ വൈറ്റിലല്ലേ പണിപ്പാളി രീതിയിൽ, അത് നമുക്ക് ഡാർക്ക് ഇരുട്ടത്ത് നമുക്കത് ഗ്ലോ ചെയ്തിട്ട് അത് ഒരു ഗ്രീൻ കളറാവും. ഗ്രീൻ കളറിൽ നമുക്ക് ഗ്ലോ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. സോ എന്തായാലും സംഭവം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായിട്ട് ടീഷർട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ദിസ് ഗിഫ്റ്റ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ പരിചയപ്പെടുത്തി തരാം. അതായത് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കണം, ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും. അതിപ്പോൾ വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും എല്ലാ സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഒന്നാമത് ടൈമില്ല. അപ്പോൾ വലിയവർക്കാണെങ്കിൽ ടൈമില്ല, ഇപ്പോൾ വീട്ടന്മാർക്കാണെങ്കിലും ടൈം കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ബിസിനസ്സോ ജോലിയോ അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ വേണ്ടി ഇതേപോലെ ക്ലാസ്സിന് പോയി ഇന്ന് പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയി ഇരുന്ന് പഠിക്കലൊന്നും നടക്കണ കേസല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു 10-15 കുട്ടികളോ അല്ലെങ്കിൽ 20 കുട്ടികളോ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരാളായിരിക്കും പഠിപ്പിച്ചു തരാനുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സംശയങ്ങളോ എന്തെങ്കിലും നമുക്ക് ചോദിക്കാനും ഭയങ്കര മടിയായിരിക്കും. അതായത് നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ വല്ല പൊട്ട തെറ്റാവോ, അല്ലെങ്കിൽ അത് നമുക്കൊന്നും അറിയില്ല എന്നൊക്കെ മറ്റുള്ളവർ വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കാൻ നമ്മൾ ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡൗട്ട് വരുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വലിയവർക്കാണെങ്കിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും. ആ സംശയം നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടിയും ചമ്മലൊക്കെ ഒന്നും നടക്കില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സംഭവം, അതായത് ഇംഗ്ലീഷ് ഗൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ക്ലാസ് ആണ്, വാട്സപ്പ് വഴിയുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരാളായിരിക്കും നമുക്ക് പേഴ്സണൽ ട്രെയിനായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും. ചിലർക്ക് തീരെ അറിയില്ല, ചിലർക്ക് കുറച്ചൊക്കെ അറിയാം, വായിക്കാൻ എഴുതാനൊക്കെ അറിയാം, പക്ഷേ സംസാരിക്കാൻ അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. ചിലർക്ക് നല്ല രീതിയിൽ അറിയാം, പക്ഷേ ചെറിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനത്തെ 3 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ്, നമുക്ക് എത്രത്തോളം നോളജ് ഇംഗ്ലീഷിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിലായിരിക്കും തരുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അത് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് എഴുതിയിട്ട് നമ്മൾ അവർക്ക് ഇംഗ്ലീഷിലാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ആൻസർ നമ്മൾ കൊടുക്കുന്ന ആൻസർ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും, അതായത് എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ഏത് ലെവലാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ഇതിൽ ഈ ഒരു 3 കാറ്റഗറിയിലുള്ള, അതായത് തീരെ അറിയാത്തവർ, അല്ലെങ്കിൽ കുറച്ചറിയുന്നവർ, അല്ലെങ്കിൽ നല്ല അറിയുന്നവർ, ആ ഒരു കാറ്റഗറിയിലായിരിക്കും നമുക്കൊരു ട്രെയിനർ അസൈൻ ചെയ്ത് തരുന്നത്. അതായത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു 10-15 ആൾക്കാർക്ക് അല്ലെങ്കിൽ 20 ആൾക്കാർക്കാണെങ്കിൽ ഒരു ട്രെയിനർ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് പഠിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആണ്. നമുക്ക് ഒരു
പേഴ്സണൽ ട്രെയിനറായിട്ടാണ് നമുക്ക് അസൈൻ ചെയ്തത്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, നമുക്ക് എന്ത് സംശയം ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു മടി ഉണ്ടാകും. നമുക്ക് എന്ത് പൊട്ടത്തേക്കാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് നമ്മുടെ ഡൗട്ട്സ് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ കാരണം വേറെ ആരും അറിയാനൊന്നും പോകുന്നില്ല, നമുക്ക് അവരോട് മാത്രമാണ് നമ്മുടെ സംശയമൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത്ര നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, പഠിക്കാനാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്കൊരു പേഴ്സണൽ ട്രെയിനറാണ് അസൈൻ ചെയ്യുന്നത്. അതും നമുക്ക് നമ്മുടെ ലെവലിനനുസരിച്ചുള്ള നമുക്കൊരു ട്രെയിനർ അസൈൻ ചെയ്ത് തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോൾ പഠിക്കാനിപ്പോൾ സംശയം പഠിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് എവിടെ അതിനുള്ള ടൈം, നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിനും ഇവരുടെ സൊല്യൂഷൻ ഉണ്ട്. അതായത് നമുക്ക് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് അറിയാം. അതായത് നമുക്കിപ്പോൾ ചിലർ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ചിലർ വീട്ടമ്മ, ആ രീതിക്ക് നമുക്ക് വീട്ടിൽ പണിയെടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന ടൈമിംഗ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്ക് ഇവരെ ടൈം, നമുക്ക് പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ. അതായത് ഈ ഒരു ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ടൈമിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനറിൻ്റെ രീതിക്ക് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നെങ്കിൽ ആ ഒരു ടൈമിനനുസരിച്ച് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കാം. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഫ്രീ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് ക്ലാസ്സിന് എപ്പോൾ വേണമെങ്കിൽ ഇരിക്കും. കാരണം നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മളെ മാത്രമേ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ടൈം നോക്കിയിട്ട് നമുക്ക് ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇരിക്കാം. അതാണ് മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എത്ര ടൈം പീരീഡ് ഉണ്ട്, പഠിച്ചു തീർക്കാനായിട്ട് എത്ര ടൈം പീരീഡ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ അവർ ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 months ആണ്, 2 മാസമാണ് ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒരേ ലെവലിൽ നോളജിൽ അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ പഠിക്കുന്നവരായിരിക്കും. ചിലർ പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കുന്ന കഴിവുള്ളവരുണ്ടാകും. ചിലർക്ക് പെട്ടെന്നൊന്നും ഗ്രഹിക്കില്ല, നമുക്ക് പതിയെ ആയിരിക്കും ചിലർ തലയിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 മാസമാണ് നമുക്ക് ഇതിൻ്റെ കോഴ്സ് പീരീഡ് ടൈം വരുന്നെങ്കിലും നമുക്കിപ്പോൾ അതിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് 6 months വരെ, 6 മാസം വരെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്കിപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ടൈം തികയുന്നില്ല അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാസം വരെ അഡീഷണൽ പേയ്മെൻറ്റ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ലൊരു കാര്യമില്ലേ. അപ്പോൾ അത്രയും നല്ല രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എവിടെയും പോകാൻ നമ്മൾ വീട്ടിൽ നിന്നിട്ട് വാട്സപ്പ് വഴി ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലൊരു അവസരം കൂടിയാണ്. സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റർ ബ്രോ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വല്ല മണി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു? അപ്പോൾ അത് ഒരു നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ പ്രയോറിറ്റി കൊടുത്തുള്ളത്. അതായത് ഒരുപാട് പേർക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ്. അതായത് കുറേ പേര് വിചാരമുണ്ട് ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നല്ല രീതിക്ക് നമ്മൾ ക്യാഷ് നല്ല ഇറക്കണം, നല്ല അടിപൊളി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം, എങ്കിൽ മാത്രമേ നല്ലൊരു യൂട്യൂബർ ആകാൻ പറ്റുള്ളൂ, നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ഗ്രോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നല്ല രീതിയിൽ ക്യാഷ് ഇറക്കിയിരുന്നു, ഒരുപാട് ക്യാഷ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ ചാനൽ, അതായത് എൻ്റെ ഗെയിമിംഗ് ചാനൽ, കാസ്റ്റർ ഗെയിമിംഗ് ചാനൽ 100K അടിക്കുന്നവരെ എന്താ ഈ ഒരു കാണുന്ന ഒരു ഫോൺ, പോക്കോ F1 എന്നുള്ള ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് 100K അടിക്കുന്നവരെ ഈ ഒറ്റ ഫോൺ മാത്രം ഹെൽപ്പ് ചെയ്താണ്. എഡിറ്റിംഗ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഈ ഒരു സംഭവത്തിനാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ സോഫ്റ്റ്വെയറാണ്, ഫ്രീ സോഫ്റ്റ്വെയറാണ്. അത് വെച്ചിട്ട് അതിൻ്റെ ക്രാക്കഡ് വെർഷൻ വെച്ചിട്ട് ആണ് ഞാൻ 100K അടിക്കുന്നവരെയും ഇതിൽ തന്നെയാണ് ഗെയിം കളിച്ചത്. പബ്ജി കംപ്ലീറ്റ് ഇതിൽ തന്നെ കളിച്ചിട്ടുള്ളത്, ഇതിൽ തന്നെ എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതെല്ലാം. അങ്ങനെയാണ് 100K അടിക്കുന്നവരെ എത്തിയുള്ളത്. അപ്പോൾ നമുക്കൊരു യൂട്യൂബർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഡിവൈസ് ഉള്ളതെങ്കിൽ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, എത്ര ഒരു പൊട്ട ലാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്താണോ ഉള്ളതെങ്കിൽ അത് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ക്യാഷ് നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ട് മാത്രം അല്ലെങ്കിൽ നല്ലൊരു ക്യാപിറ്റൽ ഇതിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ആദ്യം തന്നെ ഒരുപാട് ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, കാരണം എല്ലാവർക്കും ഒരേപോലെ തന്നെ യൂട്യൂബ് സക്സസ് ആവാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് കുറേയൊക്കെ ഭാഗ്യം, ലക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മൾക്ക് എന്താണോ കിട്ടുന്നത്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളത് അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഞാനാണെങ്കിലും അത് വെച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇതാക്കിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ച് ഞാനിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അതായത് അത് സ്റ്റാർട്ടിങ്ങിലല്ല, നമ്മൾ യൂട്യൂബ് ഇൻകം കിട്ടിയതിന് ശേഷം ആ യൂട്യൂബ് ഇൻകം വെച്ചിട്ട് തന്നെ ഞാൻ ഒരുപാട് ഇപ്പോൾ ഈ ഒരു ക്യാമറ 50,000 ഇവിടെ ക്യാമറ, പിന്നെ ലെൻസ്,
ആണെങ്കിലും പിന്നെ അതിൻ്റെ ഗെയിമിംഗ് ലാപ്പ്, പിന്നെ ഐഫോൺ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് തന്നെ, അല്ലാതെ ആദ്യം തന്നെ വാങ്ങിക്കൂട്ടിയതല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് സ്റ്റാർട്ടിങ് നമ്മുടെ കയ്യിൽ എന്താണുള്ളതെങ്കിൽ അത് വെച്ച് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു യൂട്യൂബർ എന്നതിലുപരി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് ഒന്ന്. അതായത് ഇപ്പോൾ യൂട്യൂബർ അല്ലാണ്ട് ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്താണ് പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഞാനിപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ കോഴ്സാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അത് കോഴ്സ് കംപ്ലീറ്റ് ആയില്ല. അപ്പോഴാണ് ഈ കൊറോണ വന്നിട്ട് അങ്ങനെ ലോക്കായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിറ്റുവേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പോയിട്ട് ആ കോഴ്സ് പഠിച്ചതിന് ശേഷം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സൈഡിൽ IT ഫീൽഡിലുള്ള എന്തെങ്കിലും ജോബ് നോക്കാനാണ് ആഗ്രഹം. എനിക്ക് IT ഫീൽഡിലാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ആ രീതിക്കുള്ള എന്തെങ്കിലും ജോബാണ് ആഗ്രഹമുള്ളത്. അല്ലാണ്ട് ഇന്ന ജോബ് അങ്ങനെ ഒന്നും ഇപ്പോൾ ആഗ്രഹമില്ല. സോ നമുക്ക് എന്തെങ്കിലും IT ഫീൽഡ് സംബന്ധിച്ചുള്ള എന്ത് ജോബായാലും കുഴപ്പമില്ല, ചെയ്യും. ആ രീതിക്കാണ് ഇപ്പോൾ എൻ്റെ മെയിൻ. ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് ഇപ്പോൾ യൂട്യൂബ് എല്ലാം നോക്കുന്നുണ്ട്. ഈ ഒരു കൊറോണ സിറ്റുവേഷനിലും കഴിഞ്ഞ ശേഷം നമ്മൾ കൊച്ചി പോയിട്ട് ബാക്കി കോഴ്സിൻ്റെ ബാക്കി പഠിച്ച് ആ രീതിക്കുള്ള ജോബ് നോക്കണം. അപ്പോൾ എൻ്റെ ഓൾറെഡി BCA കംപ്ലീറ്റ് ആണ്, BCA ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വണ്ണമില്ലാത്തതിൽ വിഷമമുണ്ടോ? ഈവൻ ഐ എം ഓൾസോ വണ്ണമില്ലാത്തവൻ. നല്ലൊരു ചോദ്യമാണ്. അതാണ് ഞാൻ കേട്ട് മടുത്തൊരു ക്വസ്റ്റ്യനാണ്. അതായത് എവിടെ പോയാലും ഈ ചെക്കനത് എങ്ങനെ ആയിപ്പോയി, ചെക്കൻ ഒരു തടിയില്ലെങ്കിലും വീണ്ടും മെലിഞ്ഞ് വരാലും ഒന്നും കഴിക്കണില്ലേ. ഇപ്പോൾ ഈ ടീഷർട്ട് കിടക്കാൻ, ഞാനിപ്പോൾ ഈ ടീഷർട്ട് ഇടുന്നതിൽ ഈ ഒരു കാര്യം കൂടി ഈ ക്വസ്റ്റ്യൻ കൂടി ഉള്ളതാണ്. കാരണം അത്യാവശ്യം ഈ ടീഷർട്ട് ഇടാൻ കുറച്ച് ലൂസായ പോലെ, അല്ലെങ്കിൽ തടി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ എന്താ ചെയ്യുക, ആഗ്രഹമുണ്ട്, വണ്ണം വെക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ചെയ്ത് നോക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് തടി വെക്കാൻ വേണ്ടി കുറേ മരുന്ന് കുടിച്ചു, കുറേ അത് കുടിച്ചു അങ്ങനെ ഓരോ വീട്ടിലുള്ള ചോറ്, പിന്നെ അങ്ങനെ കടല, അങ്ങനെ ഓരോ ഐറ്റംസ് ഇല്ല, അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുന്ന എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ തടി ചെയ്യില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മെയിൻ പ്രശ്നം, ചിലർ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കില്ല, ചിലർ കഴിക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കേട്ടത് പക്ഷേ ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ്. അതായത് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിച്ചാൽ തന്നെ എനിക്ക് മതിയായി, അല്ലെങ്കിൽ വയറ് ഫുള്ളായെന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല. എൻ്റെ അമ്മ പറയാറുണ്ട്, ഈവൻ ചെറിയ കുട്ടികളുടെ അന്നേക്കാൾ കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ പറയാറുണ്ട്. കാരണം ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ തടിക്കാത്തത്. പക്ഷേ അങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള എളുപ്പത്തിൽ, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാന്നുള്ള ഇതാണ്. അതുകൊണ്ട് കുറച്ച് കഴിക്കുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം തടിക്കാത്താനുള്ളത്. സോ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യനുള്ള എന്താ പറയുക, ആ ഒരു ചോദ്യം, തടി വെക്കാത്തതിനുള്ള സങ്കടം വെച്ചാൽ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഇപ്പോൾ തടി വെക്കുകയാണെങ്കിൽ വെക്കട്ടെ, അല്ലെങ്കിൽ തടി വെക്കുമ്പോൾ വെക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിൽ ഡ്യൂക്ക് 250 എടുക്കാൻ ആഗ്രഹമുള്ളവരോട് ഒരു ഓണർ എന്ന സ്ഥിതിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്താ വെച്ചാൽ നല്ലൊരു ചോദ്യമാണ്. അത് കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഡ്യൂക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവരോട് എൻ്റെ ഒരു ഓണർ, ഞാനിപ്പോൾ 2 വർഷത്തോളമായി എൻ്റെ കയ്യിൽ ഡ്യൂക്ക് എടുത്തിട്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് ഒരു ബൈക്കൊന്നും അങ്ങനെ ഓടിച്ചു നോക്കിയില്ല, അല്ലെങ്കിൽ സ്കൂട്ടി അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓടിച്ചു നോക്കിയിട്ടുള്ളൂ. ആ രീതിയിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ഒരു ഡ്യൂക്ക് എടുക്കുകയാണെങ്കിൽ, ഞാൻ ഡ്യൂക്ക് എടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പോർട്സ് ബൈക്ക് 200cc മുകളിലുള്ള ഒരു സ്പോർട്സ് ബൈക്ക് ഡയറക്റ്റ് നിങ്ങൾ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ, ഫസ്റ്റത്തെ ബൈക്ക് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബൈക്ക് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് എനിക്കൊരു യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ബൈക്കുകൾ 200cc മുകളിലുള്ള ബൈക്കുകളെല്ലാം നല്ല പവറാണ്. നമ്മളിങ്ങനെ ആക്സിഡൻറ്റ് കൂട്ടിക്കൊടുത്താൽ അങ്ങോട്ട് നല്ല രീതിയിൽ പോകുന്ന നല്ല പവർ സാധനമാണ്. ഈവൻ ഇപ്പോൾ 3rd ഗിയറിൽ നമുക്ക് 100 കയറ്റാൻ പറ്റും ഇങ്ങനത്തെ വണ്ടികളിൽ. അത്രയും പവറാണ്. 3rd ഗിയറിലൊക്കെ പറഞ്ഞാൽ അത്രയും പവറാണ് സാധനം. നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പീഡിൽ ഞങ്ങൾ കയറിപ്പോവും. അത്രയും പവറാണ്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് കയ്യിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ ആ പവർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ബൈക്ക് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും ഒരു CC കൂടി വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ആ ഒരു കിട്ടുന്ന ആ ഒരു ത്രില്നെസ്സിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല കയറിൽ വരുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ 3rd ഗിയറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ടപ്പ് പറഞ്ഞിട്ട് നമുക്ക് കയറും. അത്രയും പവറാണ് ആ സംഭവം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അങ്ങനത്തെ വണ്ടികൾ നോടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇത്രയും ഒരു CC കൂടി വണ്ടി എടുക്കരുതെന്ന് പറയുള്ളൂ. കാരണം അത് നല്ല രീതിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റില്ല, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലും പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് ആ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ നല്ല രീതിയിൽ ആക്സിഡൻറ്റ് കൂട്ടി പോകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 150cc, ഞാൻ എൻ്റെ ഇപ്പോൾ ഈ ഒരു ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ CBR 150 ഒരുപാട് കാലം എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്.
അവൻ്റെ വണ്ടി ഒരുപാട് കാലം കുറേയൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൂട്ടുകാരൻ്റെ വേറത്തിൻ്റെ R15 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ അങ്ങനത്തെ ആ സെഗ്മെൻറ്റിലുള്ള വണ്ടികളൊക്കെ കുറേ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ അങ്ങനെ ഡ്യൂക്ക് എടുക്കുന്നത്. പക്ഷേ ഡ്യൂക്ക് ഞാൻ ആദ്യം കേട്ടോ, എൻ്റെ വണ്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഡ്യൂക്ക് ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് എടുക്കാം. അല്ലാതെ ആദ്യം തന്നെ ഫസ്റ്റ് ബൈക്ക് തന്നെ നിങ്ങൾ ബൈക്കൊന്നും ഓടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഡ്യൂക്ക് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഇത്രയും CC കൂടി വണ്ടി എടുക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഓടിച്ച് സെറ്റായതിനു ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനത്തെ ഒരു CC കൂടി വണ്ടി എടുക്കുക. കാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു കാര്യം, അതായത് ഡ്യൂക്കിൻ്റെ വീഡിയോയിൽ പറയാത്ത ഒരു വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി എത്രത്തോളം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ ഡ്യൂക്ക് എടുത്തതെന്നുള്ളത്. അത്രയും ആഗ്രഹിച്ചാണ് ആ ഡ്യൂക്ക് എടുത്തുള്ളത്. എന്നിട്ടും അതിൽ വിട്ടുപോയൊരു കാര്യം, അല്ലെങ്കിൽ പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡ്യൂക്ക് എടുത്ത് ഞാൻ ഷോറൂം എടുത്തിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പട്ടാമ്പിക്ക് പോകുന്ന ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അത്രയും ആ വീഡിയോ എന്താ പറയുക എത്രത്തോളം ആഗ്രഹിച്ചാണ് ഞാൻ ആ ഡ്യൂക്ക് എടുത്തത്. അത്രയും ആഗ്രഹിച്ച് 5 കൊല്ലത്തോളം കാത്തിരുന്ന് എടുത്ത വണ്ടി ഞാൻ അന്ന് ഷോറൂമിൽ നിന്ന് പട്ടാമ്പിക്ക് കൊണ്ടുപോകുമ്പോൾ മൈൻഡിക്ക് എന്തായാലും പടച്ചനെ എടുത്തത് അബദ്ധമായോ, എടുക്കണ്ടായിരുന്നോ, പണി പാളിയോ പെട്ടോ എന്നുള്ള അവസ്ഥ മൈൻഡിലേക്ക് വന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കാലം ഇപ്പോൾ 150 CBR അതാണ് ഏറ്റവും ടോപ്പ് ഒരു വണ്ടിയാണ് അതിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു വണ്ടി ഓടിച്ചിട്ട് ഞാൻ നേരെ ഡ്യൂക്കാണ് ആദ്യം എൻ്റെ വണ്ടിയിൽ ഓടിക്കുന്നത്. അങ്ങനത്തെ ഓടിക്കുമ്പോൾ വണ്ടിയിൽ നല്ല രീതിക്ക് ഹീറ്റിംഗ് ഉണ്ട്. അതായത് ആ ടൈമിൽ ഇപ്പോഴത്തെ കുറച്ചും കുറവാണ്, എന്നാലും ആ ടൈമിലുള്ള വണ്ടികൾ നല്ല രീതിക്ക് ഹീറ്റിംഗ് വരും. ഇങ്ങനത്തെ സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ നല്ല രീതിക്ക് ഹീറ്റിംഗ് വരും. ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഓടിച്ചിരുന്നു. അപ്പോൾ ചെരുപ്പിട്ട് വണ്ടി എടുത്ത ടൈമിൽ തന്നെ കാലൊക്കെ നല്ല രീതിക്ക് പൊള്ളതാണ്. കുറച്ചാണ്ട് ഓടിച്ചോളൂ, 1 കിലോമീറ്ററൊക്കെ ആയോ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നമ്മൾ തന്നെ ട്രാഫിക് നല്ല തൃശ്ശൂർ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ തന്നെ നല്ല രീതിക്ക് വണ്ടി കാലൊക്കെ പൊള്ളാൻ തുടങ്ങി. നല്ല രീതിക്ക് ചൂട് വരും ഇങ്ങനത്തെ വണ്ടിയുണ്ട് സ്പോർട്സ് ബൈക്കുകൾ. അപ്പോൾ അത് പെട്ടോ ഇനിയിപ്പോൾ ഇത്രയും ഇനിയുള്ള കാലം മൊത്തം ഈ വണ്ടി വെച്ചിട്ട് എങ്ങനെ ഓടിക്കാം, കാലൊക്കെ പൊള്ളുന്നുണ്ടല്ലേ, നല്ല ചൂട് വരുന്നുണ്ട് എന്നുള്ളത്. ഈവൻ ഇപ്പോഴും എൻ്റെ ബൈക്കിൽ ആദ്യമായിട്ട് ഒരാൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാണെങ്കിലും ആദ്യമായിട്ട് ബൈക്കിൽ കയറുകയാണെങ്കിൽ പറയും, വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂടാകുന്നു, വണ്ടിയിൽ നല്ല ചൂട് വരുന്നുണ്ട്, കാലുമൊക്കെ ചൂട് വരുന്നുണ്ടല്ലോ പറയും. അപ്പോൾ അത്രയും ഇങ്ങനത്തെ ഡ്യൂക്ക് മാത്രമല്ല, ഇങ്ങനത്തെ CC കൂടെ ഏത് വണ്ടിയാണെങ്കിലും ഹീറ്റിംഗ് നല്ല രീതിക്ക് വരും. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ വല്ലാണ്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് പിന്നെ അത് യൂസ് ടു ആയി. ഇപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഹീറ്റിംഗ് വരുന്നുണ്ടെങ്കിലും അതൊന്നും അറിയുന്നേ ഇല്ല, ഫീൽ ചെയ്യലില്ല. പക്ഷേ ആദ്യമായിട്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഹീറ്റിംഗ് നല്ല രീതിക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ ഡ്യൂക്കുകൾക്ക് അതിൻ്റെ അടി കൂടെയൊക്കെയാണ് സംഭവം വരുന്നത്, അതിൻ്റെ എക്സോസ്റ്റിൻ്റെ സാധനമൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ സീന് വരുന്നില്ല. എന്നാലും ഹീറ്റിംഗ് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വണ്ടികളിൽ ഇന്നത്തെ എടുക്കുമ്പോൾ നല്ല രീതിക്ക് മെയിൻ്റനൻസ് വരും, ആ ഒരു മനസ്സിലാക്കുക. അതായത് വണ്ടി എടുക്കുന്നത് മാത്രമല്ല, വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ആണെങ്കിലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ മൈലേജ് അങ്ങനത്തെ കാര്യങ്ങളും നല്ല രീതിക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ഹീറ്റിങ്ങും അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിറ്റി റൈഡിൽ നമുക്ക് നല്ല ട്രാഫിക്കുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഹീറ്റൊക്കെ ആവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കുക. ആ ഒരു കാര്യം മനസ്സിലാവുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഫസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് റൈഡോ അല്ല അങ്ങനത്തെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ട് ആകുന്നുണ്ടെന്നില്ല നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക. സോ അടുത്തത് ഒരു ലിസ്റ്റായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻസ് പരിഗണിക്കണേക്കാം പ്ലീസ് എന്ന് പറയാം. ഓക്കെ, പരിഗണിക്കാം. ആപ്പിൾ ഒരു ആൻഡ്രോയിഡ്, അത് ഞാൻ പറഞ്ഞത് രണ്ടും ആപ്പിളും ആൻഡ്രോയിഡും ഒരേപോലെ തന്നെയാണ്. സദ്യ ബിരിയാണി, ബുള്ളറ്റ് ഡ്യൂക്ക്, ഓഫ് കോഴ്സ് ഡ്യൂക്ക്, മോഹൻലാൽ മമ്മൂട്ടി, മാർവൽ DC, പബ്ജി പോലെ. പിന്നെ ഇനി പബ്ജി ഫോണിലല്ലോ, പോട്ടെ, അപ്പോൾ നോക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞൊരു പരിപാടി കഴിഞ്ഞു. പിന്നെ താടി വരാത്തൊരു സങ്കടം ഉണ്ടോ? അങ്ങനെ താടി കുറച്ച് ഇച്ചിരി ഉണ്ട്, നല്ലവർക്ക് എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ താടിയോട് ഇല്ലാണ്ടൊന്നും തോന്നിയില്ല. എന്നാലും അത് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിക്ക് അങ്ങനെ വല്ലാണ്ട് അതിൻ്റെ ഒരു ആവലാതൊന്നുമില്ല. തടി വെക്കാത്തൊരു ചെറിയൊരു സങ്കടം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള 2 മെയിൻ ക്വസ്റ്റ്യൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ. കാസ്ട്രോയുടെ ലോഗോ ഡ്യൂക്കിൽ നിന്നാണോ കിട്ടിയേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറേ പേർക്ക് ആ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ലാസ്റ്റ് വീഡിയോയിൽ ആ ഡ്യൂക്ക് ആ ലോഗോ എന്ന് വരുന്ന രീതിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എവിടെ നിന്നാണ് ആ ഒരു ലോഗോ കിട്ടിയെന്നുള്ളത്. ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്തവരാണ്, അല്ലെങ്കിൽ ചെറിയ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാസ്ട്രോ ഗെയിമിങ്ങിൻ്റെ ആ ഒരു ബ്ലൂ ലോഗോ, ആ ഒരു സംഭവം എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്, അത് വെക്കാനുള്ള ഒരു റീസൺ എന്താണ്? കാരണം അത് പ്രത്യേകിച്ച് ഒരു ലോഗോ ടൈപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു പിക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാസ്ട്രോ ഈ ഒരു ഗെയിമിംഗ് ചാനലിൻ്റെ ലോഗോ, ഈ ഒരു ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഈ ഒരു ലോഗോണ് വെച്ചത്. അപ്പോൾ ഈ ഒരു ലോഗോ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ഒരു ഡ്യൂക്ക് എടുത്തതിന് ശേഷം അത് വൈറ്റ് LED ആണ്, അതിൻ്റെ DRൽ വൈറ്റ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റിക്കറാണ്, അത് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ച സ്റ്റിക്കറാണ് ആ സാധനം. ഒരു ബ്ലൂ കളറിൽ സ്റ്റിക്കർ ആ ഒരു DRലിൻ്റെ മുകളിൽ കൂടെ, ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചാണ്. ചിലർ ചോദിച്ചാൽ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ ഒട്ടിച്ചാണ്. അപ്പോൾ നമുക്ക് ബ്ലൂ കളറിൽ ആ സംഭവം ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു DRൽ കാണിക്കും. അതാണ് അത് തന്നെ. ഞാനിപ്പോൾ ഈ ഒരു ലോഗോ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത പിക്കൊന്നുമല്ല. ഞാനിപ്പോൾ ഇവിടെ പട്ടാമ്പിയെ ഒരുപാട് KTM ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിലൂടെ രാത്രി നിൽക്കുന്ന ടൈമിൽ
ഒരുത്തൻ്റെ ഫോൺ, എൻ്റെ ഫോണിലല്ല വേറെ ഒരുത്തൻ്റെ ഫോണിൽ, ഡോണി പറഞ്ഞ ഒരുത്തൻ്റെ ഫോണിൽ എടുത്ത പിക്കാണത്. അതായത് അവൻ്റെ ഫോണിൽ രാത്രി ഇട്ടത്ത് അത് ഓണാക്കി അവൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അവൻ്റെ ഇഷ്ടത്തിന് ചുമ്മാ ഒരു പിക്ക് എടുത്തതാണ്, ഹെഡ്ലൈനിൽ പിക്ക് എടുത്താണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ വാട്സപ്പിൽ അയച്ചു തന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു ലോഗോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ലോഗോ വെക്കണ്ടേ, ഒരു പിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ വെക്കണ്ടേ വെച്ചിട്ട് ഞാൻ ഈ ഒരു ലോഗോ എടുത്തിട്ട് ചുമ്മാ വെച്ചതാണ്. ആ ഒരു ലോഗോ നല്ല രസം തോന്നി, അങ്ങനെ വെച്ചാണ്. ആ ഒരു ലോഗോ പിന്നെ അങ്ങനെ മാറ്റാൻ തോന്നിയില്ല. ആ ലോഗോ വെച്ചിട്ടാണ് പിന്നെ അവിടെ നിന്നിട്ട് ഇതുവരെ ആ ഒരു ഗെയിമിംഗ് ചാനലിൻ്റെ ലോഗോ വെച്ചുള്ളത്. ഈവൻ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ ആദ്യം വൈറ്റ് കളറായിരുന്നു, അതൊന്ന് മാറ്റി ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പോയിലൊക്കെ ആക്കിയടക്കം ഞാൻ അപ്പോൾ അതിന് മാച്ചിങ് ആവുന്നത് ഒരു ഗ്രീൻ കളർ ലോഗോ ആയിരിക്കും. DRL ഇതായിരിക്കുന്ന രസമുണ്ടായി. എന്നിട്ട് പോലും ഞാനിപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ബ്ലൂ തന്നെയാണ് വെച്ചുള്ളത്. അത് ഈ ഒരു ഗെയിമിംഗ് ചാനലിലെ ബ്ലൂ തീം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സംഭവം വെച്ചുള്ളത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഇപ്പോൾ പ്ലാനില്ല, എന്തായാലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോംബോ ഡയറക്റ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലേക്ക് ചിലപ്പോൾ മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ റൂം അടക്കം ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഇപ്പോഴല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് അടുത്ത കൊല്ലം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലേക്ക് തന്നെ ഈ ലോഗോക്ക് മാച്ച് ആകുന്ന രീതിക്കുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലേക്ക് തന്നെ ഡ്യൂക്ക് വീണ്ടും മാറ്റിയേക്കാം, പെയിൻറ്റിങ് ചെയ്തേക്കാം. എന്നാലും ഇപ്പോഴത്തെ സംഭവം RCBിലൊക്കെ മാറ്റിയിട്ടുണ്ട്, കളറൊക്കെ RCBിലൊക്കെ മാറ്റി. അതിനുശേഷം ഇനിയിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കേട്ടിട്ടാണ്. അപ്പം അതിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ആ രീതിയിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ കിട്ടിയ സംഭവം. ഡ്യൂക്കിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ പിക്കാണ് നമ്മുടെ കാസ്ട്രോ ഗെയിമിംഗ് ചാനലിൻ്റെ ലോഗോ. മനസ്സിലായില്ല? സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഈ ഒരു ഇതിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ക്വസ്റ്റ്യൻ. അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതായത് കാസ്ട്രോ എന്ന നെയിം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, കാസ്ട്രോ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കാസ്ട്രോ എവിടെ നിന്നാണ് കാസ്ട്രോ എന്ന പേര് ലഭിച്ചത്, കാസ്ട്രോ എന്ന നെയിം എങ്ങനെ ഉണ്ടായത്, അങ്ങനെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഈ കാസ്ട്രോ ഈ ഒരു ചാനലിലുള്ള പേര്, 2 ചാനലിലെ പേരിലും കാസ്ട്രോ എന്നുണ്ട്. അപ്പോൾ ഈ കാസ്ട്രോ എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം കുറേ പേര് കൺഫ്യൂഷൻ. അതായത് ഫിഡൽ കാസ്ട്രോ ആ ഒരു സംഭവത്തിനാണ്, അതിൽ നിന്ന് എടുത്താണ് ഒരു പേര്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് എടുത്താണ് പേര് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു കാസ്ട്രോ എന്നുള്ള പേര് ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കാസ്ട്രോ എന്നുള്ള പേര് ഈ ഒരു ചാനൽ വെച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കുറേയൊക്കെ പാസ്റ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ കുറേ കൊല്ലം മുന്നേക്ക് പോകണം. ഏകദേശം 2017, 16 ആ ഒരു ടൈമിൽ തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അതായത് ആ ഒരു ടൈമിലാണ് നമ്മുടെ ഈ ഒരു FBയിൽ ഫേസ്ബുക്കിൽ നമ്മൾ DSLRൽ പിക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ പ്ലീസ് ലൈക്ക് മൈ പിക് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡിങ് ടൈമിലായിരുന്നു FB മെയിനായിട്ട്. നമുക്ക് അതിൽ പിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ലൈക്ക് വാരി കൂട്ടുന്ന ആ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കാസ്ട്രോ എന്ന പേരിൻ്റെ ഒരു ജനനം അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോൾ നാട്ടിലുള്ള ഒരു ഗ്യാങ് ഉണ്ട്, നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്യാങ് ഉണ്ട്, ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, ഫ്രണ്ട്സ് നാട്ടിലുള്ള ചെക്കന്മാർ. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ആ ടൈമിൽ FB ട്രെൻഡിങ് ആയി നിൽക്കുന്ന, ഫേസ്ബുക്കിൽ പിക്ക് ഇടുന്ന ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടൈമിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചു, അതായത് നമുക്കൊരു എഡിറ്റിംഗ്, ആ ടൈമിൽ എഡിറ്റിംഗ് ആണ് മെയിൻ വരുന്നത്, എഡിറ്റ് ചെയ്ത് പിക്ക് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഷൗട്ട് ഔട്ട് പേജുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എഡിറ്റ് ചെയ്ത് പിക്ക് അപ്ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് പേജുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു എഡിറ്റിംഗ് പേജ് തുടങ്ങണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു എഡിറ്റിംഗ് പേജ് തുടങ്ങണം എന്ന രീതിക്ക് ഒരു പേര് തപ്പി. അപ്പോൾ എന്തായാലും ലാസ്റ്റ് നെയിം, ഫസ്റ്റത്തെ നെയിം ഒരു പേര് വേണം, അതിൻ്റെ ലാസ്റ്റ് നെയിം ഫോട്ടോ എഡിറ്റ്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു പേരും പിന്നെ ലാസ്റ്റുകളിലെ ഫോട്ടോ എഡിറ്റ്സ്, ആ രീതിക്ക് ഒരുപാട് പേജുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന രീതിക്കാണ് അന്ന് എല്ലാവരും കൂടെ ആലോചിച്ചത്. പാടത്ത് കളിക്കുന്ന ആ പാടത്ത് നിന്നിട്ട് ആലോചിച്ച്, അപ്പോൾ അന്ന് അവിടെ നിന്നിട്ട് ഓരോരുത്തരും ഓരോ പേരൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ച് ചെയ്ത പേര് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് എന്തായാലും ഒരു ഡിഫറെൻറ്റ് നെയിം വേണം, അല്ലെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇതുവരെ ആരും കേൾക്കാത്ത ടൈപ്പുള്ള ഒരു പേര് വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് പേര് ഓരോ സജഷൻസ് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് അവിടെ എന്താ പറയുക, റുക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു തന്നെ അവനാണ് ഈ ഒരു പേര് കാസ്ട്രോ എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്ത്. ആ ടൈമിൽ പെട്ടെന്ന് കാസ്ട്രോ കുഴപ്പമില്ല നല്ലതാണ്. അപ്പോൾ എല്ലാവരും കേട്ടപ്പോൾ കുഴപ്പമില്ല നല്ല പേരല്ലേ എന്നാൽ എനിക്ക് എല്ലാവർക്കും ഓക്കെ ആയി, കാരണം ഒരു വെറൈറ്റി പേര്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചാലാണ് എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം. എന്നോട് കുറേ വിഷയം കാസ്ട്രോ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്നല്ല എനിക്കറിയില്ല, സത്യമായിട്ട് ഇതുവരെ എനിക്കറിയില്ല കാസ്ട്രോ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇതുവരെ എനിക്കറിയില്ല. സോ എന്തായാലും അവിടുന്ന് അങ്ങനെ അവൻ ഇട്ട പേരാണ് നമ്മുടെ കാസ്ട്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സംഭവമാക്കി. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ്, അതായത് കാസ്ട്രോ ഫോട്ടോ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്ത്. ആ പേജ് എപ്പോഴും കാണിച്ചില്ല, FBയിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണുന്നില്ലേ, ഇതാണ് കാസ്ട്രോ ഫോട്ടോ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. ആ പേജ് ഇപ്പോഴും ഉണ്ട്, ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കാസ്ട്രോ ഫോട്ടോ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കാസ്ട്രോ പേജിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ കാസ്ട്രോ എന്ന പേരിന് തുടക്കം. അപ്പോൾ അതിലെ അന്നത്തെ സെറ്റ് ചെയ്ത ലോഗോ എന്ന് പറയുന്ന ഈ ഒരു ലോഗോ ഉണ്ടല്ലോ, ഒരു സ്റ്റാമ്പ് ടൈപ്പുള്ള ലോഗോ, ആ ഒരു ലോഗോ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് വേറെ ലോഗോ കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ കാസ്ട്രോ ഗെയിമിംഗ് ചാനലല്ല
കാസ്ട്രോ ഫോട്ടോ എഡിഷൻ എന്നുള്ള ആ ഒരു പേജിൻ്റെ ലോഗോ ഏതായിരുന്നു കാണിച്ചു തരാം. ഇത് പണ്ട് ഒരുപാട് മുമ്പാണ്. ഇപ്പോൾ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലെ ചെക്കന്മാരെ ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നാട്ടിലെ എല്ലാ ചെക്കന്മാരും മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നാട്ടിലെ ചെക്കന്മാരെ ഫോട്ടോസ് കാണാം. അപ്പോൾ ഇവൻ്റെ കാക്കയാണ് നിയാസ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ സ്വന്തം കാക്കയിൽ എന്നാലും തൊട്ടപ്പുറത്തെ വീട് എൻ്റെ കാക്ക തന്നെയാണ് ഇവന്. അതേപോലെ തന്നെ എന്താ പറയുക, പിന്നെ അതിലുള്ള അന്നത്തെ പിക്കുകളൊക്കെ കാണാം, പണ്ടത്തെ പിക്കുകൾ. ഇതിൽ ഞാൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെയിലൊക്കെ ഉണ്ടാവും. പിക്കൊന്നും കാണണ്ട, അങ്ങനെ കുറേ പിക്കുണ്ട്. അത് ഞാനാണ്. പിന്നെ പണ്ടത്തെ അങ്ങനത്തെ അന്ന് എടുത്ത ഫോട്ടോസ്. ഇവനാണ് റുപ്സൽ, ഇവനാണ് ഈ ഒരു കാസ്ട്രോ എന്നുള്ള എന്താ പറയുക പേര് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഇത് എനിക്കാക്ക. പിന്നെ 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 ഇതൊക്കെ ഞാനാണ്. ഇത് പണ്ടത് ഇന്നത്തെ 2014 അപ്ലോഡ് ചെയ്ത ഫോട്ടോ. 2014 ഓക്കെ, 2014 അന്നത്തെ പിക്കാണ്. അടിപൊളി. പണ്ടത്തെ കമ്പ്യൂട്ടറിൻ്റെ ഹെഡ്ഫോണൊക്കെ എടുത്തിട്ട് ഒന്ന് പിക്ക് എടുക്കാൻ പോയതാണ്, കണ്ണാടി ഹെഡ്ഫോണ്. പിന്നെ അടുത്തത് ടൈം ടു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് 2014 എന്താ പറയുക പിക്ക്. അന്ന് ലൈറ്റ് റൂമിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെളുപ്പിച്ച് അങ്ങോട്ട് കൂട്ടിങ് എഡിറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത പിക്കാണ്. പിന്നെ അങ്ങനെയല്ലേ ഇത് അടുത്ത പിക്ക്. അപ്പോൾ അങ്ങനെ കുറേ പിക്കുകൾ, നാട്ടിലെ ചെക്കന്മാരെ പിക്കുകൾ, അങ്ങനത്തെ പണ്ടത്തെ പിക്കുകളാണ്. ലൂസൽ ടീഷർട്ടൊക്കെ വെച്ചിട്ട് ബി കസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ പിക്കുകൾ കാണാം. അപ്പോൾ ഇതാണ് അല്ലേ ഇതാണ് സംഭവം. ഇത് 2014 ആ ഒരു ടൈം പീരീഡിലാണ്, 2014 ഓക്കെ, 2014 ആ ടൈമിലാണ് നമ്മുടെ കാസ്ട്രോ എന്നുള്ള ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു പേരിൻ്റെ ജനനം. അന്ന് തുടങ്ങിയതാണ് കാസ്ട്രോ എന്നുള്ള പേര്. അപ്പോൾ അതിൽ കുറേ പേരുണ്ട്. ഇപ്പോൾ കാസ്ട്രോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ മാത്രമല്ല കാസ്ട്രോ എന്നുള്ളത്. അപ്പോൾ അന്ന് എന്താ വെച്ചെങ്കിൽ ഇത്രയും പേരിട്ടപ്പോൾ കാസ്ട്രോ ഫോട്ടോ എഡിഷൻ ഇട്ടപ്പോൾ ആ പേരിലുള്ള നാട്ടിലെ ചെക്കന്മാരെല്ലാവരുടെയും ലാസ്റ്റ് നെയിം കാസ്ട്രോ എന്നാക്കി. അപ്പോൾ എൻ്റെ പേര് റമീസ് എന്നാണെങ്കിൽ റമീസ് കാസ്ട്രോ എന്നാക്കി. ഇപ്പോൾ എൻ്റെ കാക്കിൻ്റെ പേര് നിയാസ് ആണെങ്കിൽ നിയാസ് കാസ്ട്രോ എന്നാക്കി. പിന്നെ റുപ്സൽ കാസ്ട്രോ, ആഷിഫ് കാസ്ട്രോ, ജാബിർ കാസ്ട്രോ, ഷെഫി കാസ്ട്രോ, അങ്ങനെ ഒരുപാട് പേരാക്കി. ആസിഫ് കാസ്ട്രോ, അങ്ങനെ ഒരുപാട് പേര് എന്താ പറയുക ലാസ്റ്റ് നെയിം കാസ്ട്രോ എന്നാക്കിയിട്ട് അങ്ങനത്തെ ഒരു ഗ്യാങ് ആക്കി. കാസ്ട്രോ എന്നുള്ള ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഒരു ഗ്യാങ്. ആ രീതിയിലാണ് കാസ്ട്രോ എന്നുള്ള പേരാക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് നമ്മുടെ കാസ്ട്രോ ഫോട്ടോ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് തുടക്കം. ആ ഒരു എഡിറ്റിംഗ് പേജിലാണ് നമ്മുടെ കാസ്ട്രോ എന്നുള്ള പേരിൻ്റെ തുടക്കം. അങ്ങനെയാണ് ഒരു കാസ്ട്രോ എന്നുള്ള പേരിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഫ്രണ്ട് സർക്കിൾ എല്ലാവരും പേര് മാറ്റി കാസ്ട്രോ ഫോട്ടോ എഡിറ്റ്സ് എന്നുള്ളത് മാറ്റി എല്ലാവരും നമ്മുടെ പേരിൻ്റെ ലാസ്റ്റ് നെയിം കാസ്ട്രോ ആക്കി. അപ്പോൾ അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ട്രെൻഡ് ഫേസ്ബുക്ക് പിക്ക് ഇട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങൾ ട്രെൻഡ് ഔട്ട് ആകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെൻഡ് മാറാൻ തുടങ്ങി. അപ്പോൾ മാറാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ പേരൊക്കെ മാറ്റി. ഇപ്പോൾ എൻ്റെ കാകങ്ങളിലവനൊക്കെ പേരൊക്കെ മാറ്റി. ഇപ്പോൾ നിയാസ് ബെസ്റ്റോ അങ്ങനെ പേരൊക്കെ ആക്കി. അങ്ങനെ പലരും പേരൊക്കെ മാറ്റി. ചിലർ ഇപ്പോഴും പേരുണ്ട്, എന്നാലും അങ്ങനെ മാറ്റി. അപ്പോഴും ഞാൻ ആ പേരിനിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിൽ ഇപ്പോൾ റമീസ് കാസ്ട്രോ എന്നായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ടാണ് പിന്നെ കുറേ ശേഷം പിന്നെ 250 ഡ്യൂക്കർ ആക്കി. എന്നാലും പേര് റമീസ് കാസ്ട്രോ എന്ന സോഷ്യൽ നെയിം വഴി സോഷ്യലി ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ അങ്ങനെയാണെങ്കിൽ റമീസ് കാസ്ട്രോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ആ ഒരു പേര് തുടക്കം. അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആദ്യം പറ്റിയ ഒരു മണി മേറ്റി ചാനൽ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിലടക്കം റമീസ് കാസ്ട്രോ എന്നാണ് പേര് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു വേറെ പേര്, പിന്നെ റമീസ് കാസ്ട്രോ ആക്കി. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാസ്ട്രോ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പേര് തന്നെ ഇടാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് കാസ്ട്രോ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇടുന്നത്. അപ്പോൾ ഒരു പണ്ടത്തെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് പേജിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു കാസ്ട്രോ എന്നുള്ള ഒരു വേർഡ്. അതിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു ഗെയിമിംഗ് ചാനൽ വരെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അർത്ഥം അറിയില്ല, എന്താണെന്നറിയില്ല. അല്ലാണ്ട് വേറെ ഒന്നും നല്ല ഇൻസ്പയർ ചെയ്തിട്ടില്ല. പിന്നത്തെയാണ് ഇതിൻ്റെ ഈ ഒരു നെയിമിന് പിന്നിലുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് ഞാൻ മാത്രമല്ല കാസ്ട്രോ എന്ന് പറയുന്നത്, എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട് സർക്കിളിൻ്റെ ഒരു പേരായിരുന്നു കാസ്ട്രോ എന്നുള്ളത്. ആ ഒരു ഗ്യാങ്ങിൻ്റെ പേരായിരുന്നു കാസ്ട്രോ എന്നുള്ളത്. അപ്പോൾ അത് മാറിയിട്ട് അങ്ങനെ പേരിട്ടു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാസ്ട്രോ എങ്ങനെ പേര് കിട്ടി, എങ്ങനെയാണ് കാസ്ട്രോ എന്നുള്ള പേര് വന്നേ എന്നുള്ളതിന് ഉത്തരം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനത്തെ ടോപ്പിക്കാണ്, എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നതിനുള്ള വല്ല കണ്ടന്റ് ഐഡിയാസ് എന്തെങ്കിലും ഷെയർ ചെയ്യാം. ഓൾറെഡി കുറേ ഉണ്ട്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു ഗെയിം റൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന രീതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ഗെയിം റൂം ചെയ്യുന്ന ശേഷമായിരിക്കും ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആണ്. ടേക്ക് കെയർ, ബൈ.